വഖത്ത് നിസ്കാരം. ആ 5 വഖത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഒന്ന് മറ്റൊരു നിസ്കാരം വരേക്കുള്ള സകല ചെറുപാപങ്ങൾക്കും പരിഹാരമാണ്, പ്രായശ്ചിത്തമാണ്. ഒരു വെള്ളിയാഴ്ചയിലെ ഇബാദത്തുകൾ തൊട്ടടുത്ത വെള്ളിയാഴ്ച വരെ വരുന്ന അരുതായ്മകൾക്കും തെറ്റുകുറ്റങ്ങൾക്കും പരിഹാരമാണ്. ഒരു വർഷത്തെ റമളാൻ ശരിക്ക് ആചരിച്ചാൽ ആ റമളാനിലെ നോമ്പും പുണ്യകർമ്മങ്ങളും തൊട്ടടുത്ത റമളാൻ വരെ വരുന്ന മുഖ്യ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പരിഹാരമാണ്. ഇല്ലാ മിൻ സലാത്ത്, 3 കുറ്റങ്ങൾക്ക് പക്ഷേ ഈ സത്കർമ്മങ്ങൾ കൊണ്ടൊന്നും പരിഹാരം കിട്ടില്ല, ഈ പുണ്യകർമ്മങ്ങൾ കൊണ്ടൊന്നും അള്ളാഹു പൊറുക്കില്ല. ഏതാണ് ആ 3 കാര്യം? അൽ ഇശ്റാക് ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിനോടുകൂടെ മറ്റു ദൈവങ്ങളിലും വേറെ ഇലാഹുകളിലും വിശ്വസിക്കുന്ന ശിർക്ക് തന്നെ. ഈ ശിർക്ക് കൊണ്ട് റമളാൻ കൊണ്ടോ ജമുഅ കൊണ്ടോ നമസ്കാരം കൊണ്ടോ പൊറുക്കപ്പെടാൻ പറ്റൂലല്ലോ. അതെല്ലാവർക്കും അറിയാം. ഈ കർമ്മങ്ങൾ ശിർക്കുള്ളവനിൽ നിന്ന് സ്വീകാര്യമേ അല്ല എന്ന്. അതോടൊപ്പം റസൂൽ ചേർത്ത് പറയുന്ന മറ്റൊരു ഗൗരവപ്പെട്ട കുറ്റം വനക്സി സ്വഫഖ വതർക്കി സുന്ന, സുന്നത്തിൽ നിന്ന് മാറി നിൽക്കുക. സ്വഫഖ, കൈയടിച്ചുകൊണ്ട് ഒരാളോട് ഉടമ്പടി ചെയ്താൽ അത് ഉടക്കുക. ഇതും അല്ലാഹു തആല പൊറുക്കാത്ത കുറ്റമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, അമ്മൽ ഇശ്റാഖു ഫഖദ് അറഫ്നാഹു, ശിർക്ക് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനകം. ഫമാ നക്സു സ്വഫഖതി വതർക്കു സുന്ന, നക്സു സ്വഫഖ എന്ന് അവിടെ നിന്ന് പ്രയോഗിച്ച തെറ്റിന്റെ ആ കുറ്റത്തിന്റെ അർത്ഥം എന്ത്, ഉദ്ദേശ്യം എന്ത്? തെർക്കു സുന്ന എന്ന് അവിടെ നിന്ന് പറഞ്ഞ 3ാമത്തെ പാപത്തിന്റെ ഉദ്ദേശ്യം എന്ത്? ജുമുഅ കൊണ്ട് പൊറുക്കാത്ത, നിസ്കാരം കൊണ്ട് പൊറുക്കാത്ത, റമളാൻ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ കൊണ്ട് പൊറുക്കാത്ത 3 ഗൗരവതരമായ തെറ്റുകളുടെ കൂട്ടത്തിൽ നബിതങ്ങൾ ശിർക്കിനോടൊപ്പം എണ്ണിയ 2 തെറ്റുകളെയാണ് സ്വഹാബത്ത് വിശദീകരണം ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ നക്സു സ്വഫഖ അൻ തുബായിഅ റജുലൻ ബിയമീനിക സുമ്മ തുഖാലിഫ ഇലൈഹി ഫതഖുതലഹു ബിസൈഫിക, നീ കൈകൊണ്ട് ഒരാളോട് ഉടമ്പടി ചെയ്ത് അയാളോട് സഹായം പ്രഖ്യാപിക്കുകയും കൂട്ടുപ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ അയാൾ ഭരണാധികാരിയായി നീ ഉടമ്പടി ചെയ്യുകയും ചെയ്ത ശേഷം പിന്നെ അയാൾക്ക് വിരുദ്ധമായി നീങ്ങിക്കൊണ്ട് അയാളെ വാളുകൊണ്ട് വെട്ടുകയോ കൊല്ലുകയോ ചെയ്യുക, ഇതാണ് നക്സു സ്വഫഖ. ഇതോടൊപ്പം നബിതങ്ങൾ ശിർക്കിനോടൊപ്പം ഉടമ്പടി ചെയ്തത് ലംഘിച്ചതുകൊണ്ട് കാവൽ നൽകിയ ആളെയോ ഭരണാധികാരത്തിന് വേണ്ടി ഉടമ്പടി ചെയ്ത കർത്താവിനെയോ കൊല്ലുക എന്ന പാപത്തിനൊപ്പവും അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയ തെർക്കുസുന്ന നബിതങ്ങൾ വിവരിക്കുന്നു. അമ്മാ തെർക്കുസുന്ന, സുന്നത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാൽ സുന്നത്തായ ഒരു കർമ്മം ഉപേക്ഷിക്കുക എന്നല്ല. അതൊരു പാപമല്ലല്ലോ, അതാരും മനസ്സിലാക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ വിശദീകരിക്കുന്നു, അമ്മാ തെർക്കുസുന്ന, സുന്നത്തിനെ ഒഴിക്കുക, സുന്നത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാൽ ഫൽ ഖുറൂജു മിനൽ ജമാഅ, അത് ജമാഅത്തിൽ നിന്ന് പുറപ്പെടലാകുന്നു എന്ന്. ജമാഅത്തിൽ നിന്ന് പുറപ്പെടുക, നമ്മോട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നിരവധി ഹദീസുകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്ഷാകവചമാണ് ജമാഅ. ഫഅലൈക്കും ബിൽ ജമാഅ, യദുല്ലാഹി അലൽ ജമാഅ, ഫൽയൽസം ജമാഅത്തുൽ മുസ്ലിമീൻ എന്നിങ്ങനെ എത്രയോ ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ തെർക്കുസുന്ന എന്ന, സുന്നത്ത് ഒഴിവാക്കുക എന്ന ബിദ്അത്ത് എന്ന് ഇമാം അബൂ ഹുറൈറയെ തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ സ്വഹീഹായ സനദ്, മുസ്ലിമിന്റെ വ്യവസ്ഥ പ്രകാരം സ്വഹീഹായതാണെന്ന് പ്രഖ്യാപിച്ച ഹദീസാണ്. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ ഗൗരവം പറഞ്ഞത് എത്രയാണ്? ശിർക്കിനോടുകൂടെ ഉടമ്പടി ചെയ്ത ആളുടെ കരാറ് ലംഘിച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന കുറ്റത്തോടുകൂടെ ഗൗരവപ്പെട്ട ഒന്നാണ് സുന്നത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ബിദ്അത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉണർത്തുന്നു. ഇതേ വാക്യം അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസിൽ നിന്ന് വളരെ ഗൗരവതരമായി മനസ്സിലാക്കാം. മൻ ഫാറഖൽ ജമാഅ ഖൈദ ശിബിരിൻ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, ജമാഅത്തിൽ നിന്നൊരാൾ പുറപ്പെട്ടാൽ ആ ജമാഅത്തിൽ നിന്ന് പുറപ്പെട്ടവൻ ഒരു ചാണിന്റെ തോതാണ് അവൻ പുറപ്പെട്ടതെങ്കിൽ പോലും ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, ഇസ്ലാമിന്റെ മാലയെ അവൻ കഴുത്തിൽ നിന്ന് പിഴുതെറിഞ്ഞവനായി എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന ഗൗരവവും ഇസ്ലാം ദീൻ എന്ന മാലയെ തന്നെ കഴുത്തിൽ നിന്ന് തൂത്തെറിഞ്ഞവനായി എന്ന് നബിതങ്ങൾ പറയുന്ന ഗൗരവപ്പെട്ട തെറ്റാണ് സുന്നത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിന് നബി നൽകിയ വിശദീകരണമായ ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കലെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നു. അലൈക്കും ബിൽ ജമാഅ വഇയ്യാകും വൽ ഫുർഖ ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ് വഹു മിനൽ ഇത്നൈനി അബ്അദ് വമൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന ഫഅലൈഹി ബിൽ ജമാഅ എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ്.
പ്രശ്നങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടാകുമ്പോൾ ജമാഅത്തിനെ പിടിച്ചു നിന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, ജമാഅത്തിൽ നിന്ന് വിട്ടു നിന്നാൽ നിങ്ങൾ കുഴപ്പത്തിലകപ്പെടും എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ താക്കീത്. ഈ ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ കുറിച്ചാണ് നബി തങ്ങൾ തുർക്കുസുന്ന എന്ന് വിവരിച്ചത്. ഈ തുർക്കുസുന്നത്തിനെയാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ വൽ മുറാദു ബിദാലിക ഇത്തിബാഉൽ ബിദ്അ, ബിദ്അത്തുകളോട് പിൻപറ്റുക, ബിദ്അത്തുകളിൽ കൂടുക എന്നതാണ് ഈ ജമാഅത്തിൽ നിന്ന് വിട്ടുപിരിയുക എന്നതുകൊണ്ട് ഉദ്ദേശ്യമെന്നും തുർക്കുസുന്നത്ത് കൊണ്ട് ഉദ്ദേശ്യമെന്നും ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നു. എന്താണ് ജമാഅത്ത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബായ നബിയുടെ തന്നെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കി. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ തെൽസമു ജമാഅത്തുൽ മുസ്ലിമീൻ എന്ന് തന്നെ വ്യക്തമായുണ്ട്. മുസ്ലിമീങ്ങളുടെ തലമുറകളായുള്ള സംഘശക്തിയെ നിങ്ങൾ പിടിവിടാതെ കൂടണം, വിട്ടുപിരിയാതെ നിൽക്കണം എന്ന്. മുസ്ലിംകളുടെ സംഘശക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ മനസ്സിലാക്കിയ വല്ല സംഘടനകളോ സംഘമോ ആണെന്ന് മനസ്സിലാക്കരുത്. മുസ്ലിംകൾ തലമുറകളായി അള്ളാഹുവിന്റെ റസൂൽ മുതൽക്കേ നിലനിന്നു വരുന്ന ഇസ്ലാമിന്റെ ഐക്യത്തിന്റെ കോണിയായ, ഐക്യത്തിന്റെ ചിഹ്നമായ ഇജ്മാഅ് എന്നാണ് ഈ ജമാഅത്തുൽ മുസ്ലിമീൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ പ്രഗത്ഭരായ ഇമാമുകളും പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശദീകരിക്കപ്പെട്ട ഇജ്മാഇൽ നിന്ന് വിട്ടുനിൽക്കുന്ന ബിദ്അത്ത്, ഇജ്മാഅ് എന്നാലോ തലമുറകളായി മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്നതും ഒരു തലമുറ ഒരു കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ഏകോപിച്ചതുമായ കാര്യമാണ് ഇജ്മാഅ്. ഈ ഇജ്മാഇൽ നിന്ന് വിട്ടുനിന്നാൽ അതാണ് ബിദ്അത്ത്, അതാണ് തുർക്കുസുന്നത്ത്. ഇതിനെയാണ് അള്ളാഹുവിന്റെ റസൂൽ വളരെ ഗൗരവതരമായി ഉയർത്തിയത്. ഹദീസുകളിൽ വന്നിട്ടുള്ള എല്ലാ ബിദ്അത്തും മുബ്തദിഉമായ ചർച്ചയൊക്കെ പ്രധാനമായും മർമ്മപരമായും ചെന്നെത്തുന്നത് ഈ ബിദ്അത്തിലാണ്. ഈ ബിദ്അത്തിന്റെ ഗൗരവം ഉണർത്തുന്നതാണ് ഈ ഹദീസൊക്കെ. നബി തങ്ങൾ വിവരിക്കുന്നു, സിത്തത്തുൽ ലഅനഹുമുല്ലാഹ്, 6 പേരെ അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വകുല്ലു നബിയ്യിൻ മുജാബുദ് ദഅവ, ഏതൊരു നബിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് വ്യക്തമാണ്. 6 ആളുകളെ അല്ലാഹു തആല ശപിക്കട്ടെ. ആരാണ് 6 ആളുകൾ? അസ്സായിദു ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ ഖുർആനിൽ ഇല്ലാത്തത് വർദ്ധിപ്പിക്കുന്നവൻ. വൽ മുകദ്ദിബു ബിഖദരില്ലാഹ്, അല്ലാഹു തആലാന്റെ നിശ്ചയപ്രകാരമാണ്, അവന്റെ കഴിവുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന ഖദർ കൊണ്ടുള്ള വിശ്വാസത്തെ അംഗീകരിക്കാത്തവൻ. വൽ മുതസല്ലിതു അലാ ഉമ്മത്തി ബിൽ ജബറൂത്ത്, സ്വേച്ഛാധിപത്യം കൊണ്ട് എന്റെ സമുദായത്തിന്റെ മേൽ അധികാരവാഴ്ച നടത്തുന്നയാൾ. ലിയുദില്ല മൻ അസ്സഹുല്ലാഹ് വയുഇസ്സ മൻ അദല്ലഹുല്ലാഹ്, അല്ലാഹു ഇസ്സത്ത് നൽകിയവരെ നിന്ദ്യമാക്കാനും അല്ലാഹു നിന്ദിച്ചവർക്ക് ഇസ്സത്ത് നൽകാനും വേണ്ടി അവന്റെ സ്വേച്ഛാധിപത്യം കൊണ്ട് അധികാരവാഴ്ച നടത്തുന്ന അധികാരി. 3 വൽ മുസ്തഹില്ലു ഹർമത്തല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നയാൾ. വൽ മുസ്തഹില്ലു മിൻ തറത്തി മാ ഹറമല്ലാഹ്, അല്ലാഹു പവിത്രമാക്കിയതും ബഹുമാനിച്ചതുമായ എന്റെ കുടുംബങ്ങളായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവർക്ക് നാം നൽകിയ ബഹുമാനത്തെ പിച്ചു ചീന്തുന്നവൻ. ഇങ്ങനെ 5 കാര്യങ്ങൾ എണ്ണിയിട്ട് 5 കാര്യത്തിന്റെ ആളുകളെ വിവരിച്ച ശേഷം നബി 6ാമനെ വിവരിക്കുന്നത് വത്താരികു ലിസുന്നതി, എന്റെ സുന്നത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുബ്തദിഉം, അതായത് ഇജ്മാഇൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുബ്തദിഉം ജമാഅത്തുൽ മുസ്ലിമീനിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുബ്തദിഉം, ഇവരെ അല്ലാഹു ശപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് നബിയുടെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുമല്ലോ, എന്റെ പ്രാർത്ഥനയും സ്വീകരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷ പറഞ്ഞ ഈ 6 ആളുകളിൽ ഒരുത്തനാണ് വിശ്വാസപരമായി വരുന്ന ബിദ്അത്തുകാരൻ. വിശ്വാസപരമായി വരുന്ന ബിദ്അത്തിനെതിരെ വിശ്വാസപരമായ കാര്യങ്ങളെയാണ് ഈ പ്രയോഗത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത്. കർമ്മപരമായ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുന്നേയില്ല. ഈ അർത്ഥത്തിലുള്ള ഒരു ഉപയോഗം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഇമാമുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നിലനിർത്തി പോരുകയും ആ അർത്ഥത്തിൽ ഗ്രന്ഥരചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ രചിച്ച കിതാബു സുന്ന, അഹ്മദ് ഇബ്നു ഹംബൽ എന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ മഹാനായ ഒരു മുജ്തഹിദും ഷാഫിഈ ഇമാമിന്റെ ശിഷ്യരുമാണല്ലോ. ഇമാമു അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തിന് വേണ്ടി ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ വളരെയധികം അനുഭവിച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അസ്സുന്ന എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കിതാബ്, ഇമാം അഹ്മദ് എന്നവരുടെ കിതാബ് വിശ്വാസപരമായ കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് എന്നവരുടെ കിതാബു സുന്ന, ഇബ്നു അബി ആസിം എന്നവരുടെ കിതാബു സുന്ന,
അബൂബക്കർ ഇബ്നുൽ അസ്റമിന്റെ അസ്സുന്ന, മുഹമ്മദ് ഇബ്നുൽ നസ്ർ